ഉദ്ഘാടന സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ പി പരമേശ്വരൻ ആഗോളതലത്തിൽ കുട്ടികളുടെ താല്പര്യങ്ങളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, അവരുടെ വളർച്ചയ്ക്ക് നൽകേണ്ട അവസരങ്ങളെക്കുറിച്ച് വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാർ ആലോചിക്കാൻ തുടങ്ങുന്നതിന് 6 കൊല്ലം മുൻപേ ബാലഗോകുലം പിറവിയെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു യാദൃച്ഛികതയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒരു ദീർഘദൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കും. ബാലഗോകുലം ഉടലെടുത്തത് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് അങ്ങനെ അവരെ വളർത്തിയെടുത്ത് അവരുടെ വളർച്ച, സർവതോമുഖമായ വളർച്ച ഉറപ്പുവരുത്താനും അവർക്കെതിരായി ഉണ്ടാകുന്ന ബഹുവിധമായ ആക്രമണങ്ങളെ, വെല്ലുവിളികളെ, ഭീഷണികളെ, അവകാശ ലംഘനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കരുത്ത് അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. കുട്ടികളെയാണ് ഈ ആഗോളീകരണത്തിൻ്റെയും ഉപഭോഗഭ്രമത്തിൻ്റെയും ഏറ്റവും തിക്തങ്ങളായ അനുഭവങ്ങൾക്ക് ഇരയായിത്തീരുന്നത്. മാറ്റം വരേണ്ടത് കുട്ടികളിൽ കൂടിയാണ്. ആരോഗ്യകരമായ മാറ്റത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കേണ്ടതും മുളപ്പിച്ചെടുക്കേണ്ടതും ഇളം മനസ്സുകളിലാണ്. അത്തരം മനസ്സുകളുടെ കൂട്ടായ്മയിലൂടെ പടിപടിയായി ഒരാദർശ സമൂഹം വളർന്നുകൊള്ളും. അതിനുള്ള ബോധപൂർവമായ പ്രയത്നമാണ് ബാലഗോകുലം എന്ന കുട്ടികളുടെ പ്രസ്ഥാനം. ഓരോ ശിശുവിലും ഓരോ കുട്ടിയിലും ജന്മനാ തന്നെ അന്തർലീനമായിരിക്കുന്ന സർഗാത്മകതയെ പരമാവധി വികസിപ്പിക്കുന്നതിലാണ് ആ കുട്ടിയുടെ വിജയവും ആനന്ദവും. അത് കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ മുതിർന്നവർക്ക് കഴിഞ്ഞാൽ നന്ന്. കുരുന്നു മനസ്സുകളിൽ സംസ്കാരത്തിൻ്റെ അംശങ്ങൾ സന്നിവേശിപ്പിക്കുകയും അവരെ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. ഭാരതത്തിൻ്റെ ചരിത്രം മാതൃകാ ബാലന്മാരുടെ മാതൃകകൾ കൊണ്ട് സമ്പന്നമാണ്. ലോകക്രമത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന മാതൃകകളെ, റോൾ മോഡലുകളെ സൃഷ്ടിക്കുകയാണ് ആധുനിക കാലത്തും ബാലഗോകുലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്, വലിയൊരു പരിവർത്തനത്തിൻ്റെ തുടക്കമാണ്. ഒരു മഹാപ്രസ്ഥാനമെന്ന നിലയ്ക്ക് ബാലഗോകുലത്തിനെ വിഭാവനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഈ മുൻപിലിരിക്കുന്ന കുട്ടികൾക്ക് കഴിയണം. അതിന് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധര, തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ.